ഒരു രക്ഷകബിംബം വന്നിറങ്ങേണ്ട വിധത്തിൽ അരക്ഷിതമായ ഒരു കാലാവസ്ഥ തമിഴ്നാട്ടിൽ സമ്പൂർണ്ണമായും രൂപീകരിക്കപ്പെട്ടു എന്ന് പറയാൻ കഴിയില്ല. തമിഴ് പ്രൈഡിനെയും തമിഴിൻ്റെ സംസ്കാരത്തെയും കൾച്ചറിനെയും ഭാഷയും എല്ലാം സംരക്ഷിക്കുന്ന ഒരു പോരാളി എന്ന ഇമേജ് ആരുണ്ടാക്കിയിട്ടുണ്ട്? സ്റ്റാലിൻ ഉണ്ടാക്കിയിട്ടുണ്ട്. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ഒരു ആരാധക വൃന്ദമുള്ള താരം ആരാന്ന് ചോദിച്ചാൽ വിജയാണ് അല്ലേ? നമ്മൾ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ താരം വിജയാണ്, ഏറ്റവും മൂല്യമുള്ള താരം, ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള താരം. നമ്മുടെ കേരളത്തിൽ പോലും വലിയ തോതിലുള്ള ആരാധക സംഘങ്ങൾ അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അത് ഒരു അഷ്വേർഡാണ്. എപ്പോൾ പ്രസംഗിക്കാൻ വന്നാലും ഏത് നീക്കത്തിന് അദ്ദേഹം ഇറങ്ങിയാലും അതിൻ്റെ കൂടെ അത്രയും ആൾക്കാരുണ്ടാവുന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം. സോ അതിപ്പോഴും അദ്ദേഹത്തിന് നിലനിർത്താൻ പറ്റുന്നുണ്ട്. കരൂർ ദുരന്തത്തിന് ശേഷം നടത്തിയിട്ടുള്ള പ്രസംഗം കേൾക്കാനും കൈയടിക്കാനും ഒക്കെ വലിയ ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. പക്ഷെ അത് മാത്രം രാഷ്ട്രീയമായി ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, കൺവേർട്ട് ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ള ക്വസ്റ്റ്യൻ അവിടെ നിൽക്കുകയാണ്. കാരണം അപ്പുറത്തുള്ളത് ഏതെങ്കിലും നിലയ്ക്കിൽ അഴുകി ദുഷിച്ച് വീണ ഒരു ഭരണകൂടമല്ല, അല്ലെങ്കിൽ ഗ്രിപ്പ് നഷ്ടപ്പെട്ട ഭരണകൂടമല്ല. മറിച്ച് എന്താണോ വിജയ് ചെയ്യുന്നത്, വിജയ് ഏതൊക്കെ വഴികളിലൂടെ മൂവ് ചെയ്യുന്നത് മനസ്സിലാക്കി അതേ വഴികളിലെല്ലാം ഹാർഡിൽസ് ഉണ്ടാക്കാൻ ശേഷിയുള്ള, അല്ലെങ്കിൽ പ്രതിരോധം ഉണ്ടാക്കാൻ ശേഷിയുള്ള പാർട്ടിയാണ് ഡി എം കെയുടെ പ്രത്യേകത വിജയ്ക്കുള്ളതുപോലെയല്ല. വിജയ് ഒരു പാർട്ടി ഉണ്ടാക്കുകയും വിജയ് എന്ന താരത്തെ മുൻനിർത്തിക്കൊണ്ട് സൃഷ്ടിച്ചിരിക്കുന്ന ഒരു പാർട്ടിയാണ് ആ പാർട്ടി. അല്ലാതെ അതിൻ്റെ അടിത്തട്ട് അത്രയും ശക്തമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ കരൂർ ദുരന്തം ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങളൊന്ന് അതിന് അടിത്തട്ട് ശക്തമല്ലാത്തതുകൊണ്ടാണ്. പക്ഷേ ഡി എം കെ അങ്ങനെയല്ല. ഡി എം കെ വളരെ പവർഫുള്ളായിട്ടുള്ള ലീഡർഷിപ്പ് അതിനുണ്ട്. അതിന് ആശയത്തിൻ്റെ വലിയൊരു അടിത്തറയുണ്ട്. ആശയത്തിൻ്റെ കാര്യത്തിൽ ഇതിനില്ല എന്ന പ്രശ്നം ഇപ്പുറത്തുണ്ട്. പിന്നെ സംഘടന ഭയങ്കര ശക്തമാണ്. ഏറ്റവും താഴെത്തട്ടിൽ പോലും സംഘടനയെ ശക്തമാക്കാനുള്ള ആക്ടിവിറ്റീസിലായിരുന്നു ഈ കഴിഞ്ഞ കുറേ മാസങ്ങളായി ഡി എം കെ എന്ന് കാണാം. കാരണം അവർ ഈ ടി വി കെയുടെ വരവിനെ നന്നായി അവർ കരുതിയിരിക്കുകയായിരുന്നു, ഒരുങ്ങിയിരിക്കുകയായിരുന്നു കാണണം. സോ അതുകൊണ്ട് ഇത് വിജയ് ഡി എം കെ മറിച്ചിടാൻ തക്കവണ്ണമുള്ള രാഷ്ട്രീയ ശക്തി ആർജിച്ചു എന്ന് പറയാൻ നമുക്കിപ്പോഴും കഴിയില്ല. നമ്മൾ നേരത്തെയൊക്കെ സംസാരിച്ച അതേ പ്രശ്നം അവിടെ കിടക്കുന്നു. ഒരു സാമൂഹികവും രാഷ്ട്രീയവുമായ സാഹചര്യം, അതായത് ഒരു രക്ഷകബിംബം വന്നിറങ്ങേണ്ട വിധത്തിൽ അരക്ഷിതമായ ഒരു കാലാവസ്ഥ തമിഴ്നാട്ടിൽ സമ്പൂർണ്ണമായും രൂപീകരിക്കപ്പെട്ടു എന്ന് പറയാൻ കഴിയില്ല. തമിഴ് പ്രൈഡിനെയും തമിഴിൻ്റെ സംസ്കാരത്തെയും കൾച്ചറിനെയും ഭാഷയും എല്ലാം സംരക്ഷിക്കുന്ന ഒരു പോരാളി എന്ന ഇമേജ് ആരുണ്ടാക്കിയിട്ടുണ്ട്? സ്റ്റാലിൻ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്റ്റാലിൻ നിരന്തരമായി ദേശീയ ഭരണകൂടത്തോട് പോരാടുകയും തമിഴ് എന്ന് പറയുന്ന സ്വത്വത്തെ നിലനിർത്താൻ വേണ്ടി നിലകൊള്ളുന്ന ഒരാളായി എപ്പോഴും അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നു. അതുകൊണ്ട് ഒരേ സമയം വിജയ് ഒരു സിനിമാറ്റിക് രക്ഷകനായിരിക്കുമ്പോൾ ഒരു പൊളിറ്റിക്കൽ രക്ഷക ബിംബം എന്ന പ്രതീതി നിലനിർത്താൻ സ്റ്റാലിന് കഴിയുന്നു. സ്റ്റാലിൻ്റെ പാരമ്പര്യം അതിന് അദ്ദേഹത്തെ സഹായിക്കുന്നു. ഒപ്പം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ദ്രവീഡിയൻ പൊളിറ്റിക്സും അത് പ്രധാനപ്പെട്ട ഘടകമായിട്ട് അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ തള്ളിയിടാൻ കഴിയുന്ന ഒരാളല്ല.